ഡൽഹി ക്യാപിറ്റൽസ് നായകൻ ഋഷഭ് പന്തിന് സസ്പെൻഷൻ. കുറഞ്ഞ ഓവർ നിരക്ക് തുടർച്ചയായി ആവർത്തിച്ചതോടെയാണ് നടപടി. വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഉണ്ട്. അനിൽ, പലപ്പോഴും ഈ ടീമിന്റെ ഒരു ആവശ്യം അനുസരിച്ചൊക്കെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അതിങ്ങനെയൊക്കെയുള്ള തിരിച്ചടിയായി വരാറുണ്ട്. വിശദാംശങ്ങൾ. അങ്ങനെ തന്നെയാണ് ക്രിസ്റ്റീന. ഒരുപക്ഷെ ടീമിന് വേണ്ടി അല്പസമയമെടുത്ത് ചിന്തിച്ചുകൊണ്ട് ചില നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ IPLന്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ സമയത്ത് തന്നെ മത്സരം അവസാനിപ്പിക്കേണ്ടതും അനിവാര്യമാണ്. IPL ഇക്കാര്യത്തിൽ അത്ര കണ്ട് കണിശതയാർന്നിട്ടാണ് ഈ നിയമം കൊണ്ടുപോകുന്നത് തന്നെ. കൃത്യസമയത്ത് മത്സരം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ ക്യാപ്റ്റനെതിരെ നടപടി ഉണ്ടാവാറുണ്ട്. ഇത് ഈ സീസണിൽ 3-ാം തവണയാണ് ഋഷഭ് പന്തിന് കുറഞ്ഞ ഓവർ നിരക്കിൻ്റെ പേരിൽ നടപടി നേരിടേണ്ടി വരുന്നത്. ആദ്യത്തെ തവണ 12 ലക്ഷമായിരുന്നു, പിന്നീട് അത് 24 ലക്ഷമായി. അടുത്ത തവണ ഫൈൻ ചുമത്തി. 3-ാമത്തെ തവണയും വീണ്ടും ഈ കുറ്റം ആവർത്തിച്ചതോടുകൂടിയാണ് ഒരു മത്സരത്തിൽ താരത്തിന് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 30 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. ഇതോടുകൂടി നാളെ നടക്കുന്ന RCBക്കെതിരായ മത്സരം ഋഷഭ് പന്തിന് നഷ്ടമാകും. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായക മത്സരമാണ് നാളത്തേത്. ഇനി ശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ കൂടി ജയിച്ചാൽ മാത്രമാണ് ടീമിന് പ്ലേ ഓഫിലേക്ക് മുന്നേറാനാവുക, അല്ലെങ്കിൽ ആ സാധ്യത നിലനിർത്താനാവുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ പ്രധാനപ്പെട്ട താരമായ ഈ ടൂർണമെൻറ്റിൽ ബാറ്റ് കൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഈ താരത്തിന് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. അതെന്തായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. വിക്കറ്റ് കീപ്പറായിട്ടും അതുപോലെ തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിലും സീസണിൽ തൻ്റെ തിരിച്ചുവരവിൽ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് ഋഷഭ് പന്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. എങ്ങനെ ഋഷഭ് പന്തിൻ്റെ അഭാവം ഡൽഹി നികത്തുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. മറ്റു ടീം ക്യാപ്റ്റന്മാർക്കും ഒക്കെ തന്നെ ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ്. ഈ കൃത്യസമയത്ത് മത്സരം നിർത്തണം എന്നുള്ളത്. നേരത്തെ ശുഭ്മാൻ ഗിൽ, സഞ്ജു സാംസൺ ഒക്കെ തന്നെ, ഹർദിക് പാണ്ഡ്യ ഇവർക്കൊക്കെ തന്നെ ഈ നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരാൾക്ക് സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വന്നത്. മുമ്പുള്ള എല്ലാവർക്കും പിഴശിക്ഷ മാത്രമാണ് ഒടുക്കേണ്ടി വന്നത്. എന്തായാലും പന്തിൻ്റെ അഭാവം എങ്ങനെ ഡൽഹി നികത്തുമെന്നു എന്നാണ് നമ്മൾ നാളെ അറിയാനിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, കുട്ടി ക്രിക്കറ്റിൽ എന്തായാലും സമയനിഷ്ഠ ഏറെ പ്രാധാന്യം അർഹിക്കുന്നുവെന്നാണ് ഈ നടപടി വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്.